ഓക്കെ, ബക്കിംഗ്ham's പൈ തിയറം മെത്തേഡ്. ബക്കിംഗ്ഹാം പൈ തിയറം മെത്തേഡ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് ഫോളോ ചെയ്യണത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഓൾ ദ n വേരിയബിൾസ് ഓർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻവോൾവ് ഇൻ എ ഫിനോമിന. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എല്ലാ വേരിയബിൾസും എന്തൊക്കെ വേരിയബിൾസ് തന്നിട്ടുണ്ടോ ആ എല്ലാ വേരിയബിൾസിനും ലിസ്റ്റ് ഔട്ട് ചെയ്യാം. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോട്ട് ദെയർ ഡയമെൻഷൻസ്. തന്നിരിക്കുന്ന വേരിയബിൾസിൻ്റെ ഡയമെൻഷൻസ് എഴുതുക. നെക്സ്റ്റ് find the number of fundamental dimensions involved in it, let it be m. നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് MLT ഇൻവോൾവ് ചെയ്തത് എന്തൊക്കെയാണോ നോക്കുക. അത് m ആണെന്ന് വിചാരിക്കുക. എമ്മും എല്ലും ടിയും വന്നിട്ടുണ്ടെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 3 ആയിരിക്കും. എല്ലും ടിയും മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ 2 ആയിരിക്കും. എങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വേരിയബിൾസിനെ നോക്കിയിട്ട് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ്. അങ്ങനെയാണ് എങ്കിൽ അതിൽ വരുന്ന നമ്പർ ഓഫ് പൈറ്റംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? n മൈനസ് m. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾസ്, m എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ദ m റിപ്പീറ്റിംഗ് വേരിയബിൾസ് സെലക്ട് m വേരിയബിൾ ആസ് റിപ്പീറ്റിംഗ് വേരിയബിൾ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് m വേരിയബിൾസ് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? റിപ്പീറ്റിംഗ് വേരിയബിളായിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ മാക്സിമം 3 ആണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വരും എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുകയാണ് എങ്കിൽ റിപ്പീറ്റിംഗ് വേരിയബിൾസ് എങ്ങനെയായിരിക്കണം? ഒരെണ്ണം ഫ്ലോ പ്രോപ്പർട്ടി ആയിരിക്കണം, ഒരെണ്ണം ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആയിരിക്കണം, ഒരെണ്ണം ജോമെട്രിക് പ്രോപ്പർട്ടി ആയിരിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? റൈറ്റ് ദ ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫറെൻറ്റ് പൈ ടേംസ്. നമുക്ക് m പൈ ടേംസ് ആണുള്ളത്, n-m പൈ ടേംസ് ആണുള്ളത്. ആ n-m പൈ ടേംസിൻ്റെ അതിൻ്റെ ജനറൽ ഇക്വേഷൻസ് എഴുതാം. അപ്പോൾ നമ്മൾ പൈ ടേംസ് എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾ ഈച്ച് റേസ്ഡ് ടു ആൻ അൺനോൺ എക്സ്പൊണൻറ്റ് സി b1 c1 എക്സെട്ര ആൻഡ് വൺ ഓഫ് ദ റിമൈനിങ് വേരിയബിൾ വിത്ത് എ പവർ 1. അതായത് നമ്മൾ പൈ ടേം എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? റിപ്പീറ്റിംഗ് വേരിയബിൾ നമ്മൾ നേരത്തെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നേരത്തെ ചൂസ് ചെയ്തേക്കണ റിപ്പീറ്റിംഗ് വേരിയബിൾസ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതും. സച്ച് ദാറ്റ് റിപ്പീറ്റിംഗ് വേരിയബിളിൻ്റെ പവർ എന്ന് പറയുന്നത് ABC എന്ന് പറഞ്ഞിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കും. എന്നിട്ട് ഇത്രയും റിപ്പീറ്റിംഗ് വേരിയബിളിൻ്റെ പ്രൊഡക്റ്റ് ഇൻറ്റു എന്ത് വരും? ഒരു വേരിയബിളും കൂടിയും അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്ന വേരിയബിളിൽ നിന്ന് ചൂസ് ചെയ്യും. അതിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ അടുത്ത് സപ്പോസ് എക്സാമ്പിൾ എഴുതിയേക്കാണ് നമ്മുടെ x1 x2 x3 എക്സെട്ര ടു xx. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയുണ്ട് വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. x2 x3 x4 ആണ് റിപ്പീറ്റിംഗ് വേരിയബിൾ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ പൈ ടേമിലും എന്തുണ്ടാവും? ഈ x2 x3 x4 എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ അതിനെ നമ്മൾ പ്രൊഡക്റ്റായിട്ട് എഴുതി x2 ഇൻറ്റു x3 ഇൻറ്റു x4 എഴുതി. എന്നിട്ട് എന്ത് എഴുതണം? x2നൊക്കെ അതിന് പവേഴ്സ് വരും. അതെന്ന് പറയുന്നത് ആർബിട്രറി പവേഴ്സ് ABC വരും. അപ്പോൾ x2 റേസ് ടു a1 ഇൻറ്റു x3 റേസ് ടു b1 ഇൻറ്റു x4 റേസ് ടു c1. ഇത് അതിൻ്റെ ഒപ്പം ഒരു വേരിയബിൾ കൊണ്ട് എക്സ്ട്രാ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സച്ച് ദാറ്റ് ആ വേരിയബിളിൻ്റെ പവർ എന്ന് പറയുന്നത് 1 എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പൈ 1 ടേംസുകളും പൈ 2 ടേംസുകളും ഒക്കെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പൈ ടേംസ് ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷൻ ഹോമോജനിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ട് സൈഡിലും പവേഴ്സ് ഓഫ് m ഇക്വേറ്റ് ചെയ്യുക, l ഇക്വേറ്റ് ചെയ്യുക, t ഇക്വേറ്റ് ചെയ്യുക. പൈ ടേംസിൻ്റെ പ്രത്യേകത എന്താ? അവരെന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് നമ്പറാണ്. അതായത് m⁻⁴, l⁻⁴, t⁻�0 ആണ്. അപ്പോൾ അത് ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് എഴുതുക, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. നമ്മൾ റെയിലി മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്തിട്ട് ABC എന്നുള്ള പവേഴ്സ് അത് കണ്ടുപിടിക്കുക. പവേഴ്സിലെ ഡയമെൻഷൻസ് പവേഴ്സ് ഓഫ് m-l-t ഇക്വേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ABC എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കുക. ഓരോ പൈ ടേമുകളും കണ്ടുപിടിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പൈ ടേംസിന് ജനറൽ ഫിനോമിന എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആ ഫോമിലേക്ക് നമ്മൾ അതിനെ എഴുതുക. അപ്പോൾ ഇതാണ് ജനറൽ സ്റ്റെപ്സ്. നമ്മൾ ഈ ഒരു പേജിൻ്റെ ഈ സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫുള്ളും ഫോളോ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്: ലെറ്റ് R be the resistance offered to the motion of water in a partially submerged body, and the resistance R and depends upon density rho, viscosity mu, length L, velocity V, and acceleration due to gravity G. Prove that R is equal to rho L square V square phi of mu by rho VL, Lg by V square. ഇതൊക്കെ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ എന്തായാലും അവർ ഈ പറഞ്ഞ ആൻസറിലേക്ക് നമുക്ക് എത്തിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ലിസ്റ്റ് ഓൾ ദ n വേരിയബിൾസ് ഇൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എല്ലാ തന്നിരിക്കുന്ന വേരിയബിൾസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേരിയബിൾസ് ആണ്? റെസിസ്റ്റൻസ് R ഉണ്ട്, ആൻഡ് R ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ എന്തിനൊക്കെയാണ്? ഡെൻസിറ്റി, വിസ്കോസിറ്റി, ലെങ്ത്ത്, വെലോസിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓരോരോ വേരിയബിൾസ് എഴുതി. R എഴുതി, ഡെൻസിറ്റി എഴുതി, വിസ്കോസിറ്റി എഴുതി, ലെങ്ത്ത് എഴുതി, വെലോസിറ്റി എഴുതി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എഴുതി. അപ്പോൾ നമുക്കിതിൽ വരുന്ന നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3
4, 5, 6. That is n is equal to 6. And also it's given that r is a function of എന്താ പറഞ്ഞിരിക്കുന്നത്, r is a function of ബാക്കിയുള്ള വേരിയബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെ r is equal to a function of റോ മ്യൂ എൽ വി ജി എന്ന് എഴുതി. ഇതിനെ നമ്മളൊന്നും കൂടി ജസ്റ്റ് വെറുതെ എഫ് ഡാഷ് ഓഫ് ആർ മ്യൂ എൽ എന്ന് പറഞ്ഞിട്ട് എഴുതി is equal to 0 എന്ന് എഴുതി. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വി ഹാവ് ടു റൈറ്റ് ദ ഡയമെൻഷൻ ഓഫ് ദ വേരിയബിൾസ്. തന്നിരിക്കുന്ന വേരിയബിൾസിൻ്റെ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് ചെയ്താൽ. സോ അപ്പോൾ ജസ്റ്റ് ഞാൻ വെറുതെ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് വേരിയബിളിനെ എടുത്തപ്പോൾ തന്നെ അതിൽ തന്നെ MLT വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് എമ്മും എല്ലും ടിയും ഉണ്ട്. ദെർഫോർ m is equal to 3. സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എല്ലും വിയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലെന്താ എം ഇല്ല, എല്ലും ടിയും മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്രയായിരിക്കും വരിക, 2 ആണ് വരിക. സപ്പോസ് അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ MLT ഇല്ല ഉണ്ട്, ഒരു വേരിയബിളിനെ എടുത്തപ്പോൾ തന്നെ അതിൽ വന്നു കഴിഞ്ഞു. ദെർഫോർ m equal to 3 വന്നു. അപ്പോൾ n കിട്ടി, m കിട്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് പൈ ടേംസ് എന്ന് പറയുന്നത് എന്താ, n - m which is equal to 6 - 3 that is equal to 3. അപ്പോൾ നമുക്ക് 3 പൈ ടേംസുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൈ ടേംസ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് വേണം, റിപ്പീറ്റിംഗ് വേരിയബിൾസ് എടുക്കണം. റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് ഇസ് ഈക്വൽ ടു m ആണ്, m equal to 3 ആണ്. ദെർഫോർ നമുക്കതിൽ നിന്ന് 3 റിപ്പീറ്റിംഗ് വേരിയബിൾസ് ചൂസ് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന വേരിയബിൾസ് എല്ലാം നമ്മൾ നോക്കുക. അതൊരെണ്ണം ജോമെട്രി പ്രോപ്പർട്ടി ആയിരിക്കണം, ഒരെണ്ണം ഫ്ലോ പ്രോപ്പർട്ടി ആയിരിക്കണം, ഒരെണ്ണം ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആയിരിക്കണം. തന്നിരിക്കുന്ന വേരിയബിൾസിന് ഇത് 3 ഓരോന്നാണ് നമ്മൾ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കുള്ള സാധനം നോക്കുക. ആറ് നമ്മൾ മാക്സിമം ചൂസ് ചെയ്യരുത്. ആറാണ് ഫംഗ്ഷൻ ഓഫ് എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ 6 നമ്മൾ എടുക്കണ്ട, 6 എന്ന് പറയുന്നത് വേണ്ട. ബാക്കിയുള്ള ടേമുകൾ നോക്കുക. ആ ബാക്കിയുള്ള ടേമുകളിൽ നിന്ന് വേണം റിപ്പീറ്റിംഗ് വേരിയബിൾസ് നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്, അതെന്ന് പറയുന്നത് എന്താ, ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ആരാ, മ്യൂ വിസ്കോസിറ്റിയും ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എഴുതി. പിന്നെ വരുന്ന ടേമുകൾ VLG. അപ്പോൾ VLG നമുക്കറിയാം, എൽ എന്ന് പറയുന്നത് ജോമെട്രി പ്രോപ്പർട്ടിയാണ്, വിയും ജിയും ഫ്ലോ പ്രോപ്പർട്ടിയുമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ജോമെട്രി പ്രോപ്പർട്ടി എല്ലാണ്, ഫ്ലോ പ്രോപ്പർട്ടി വിയും ജിയും ആണ്, ഫ്ലൂയിഡ് പ്രോപ്പർട്ടി മ്യൂവും റോയും ആണ്. അപ്പോൾ എല്ലാവരും ചൂസ് ചെയ്തു. ഫ്ലോ പ്രോപ്പർട്ടിയിൽ നിന്ന് വിയോ ജിയോ എടുക്കാം, മ്യൂവും റോയോ എടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ഇതെടുക്കാം. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് ഇതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ടറൊക്കെ ആണെങ്കിൽ മാക്സിമം റോ എടുക്കാൻ നോക്കുക. അതുപോലെ ഫ്ലോ പ്രോപ്പർട്ടി തരുമ്പോൾ വി എടുക്കുക. അതൊരു നമുക്കൊരു കുറേ പ്രോബ്ലംസ് ചെയ്തതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയണത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യണ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, റിപ്പീറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് എല്ലും വിയും റോയും എടുത്തു. സോ സെലക്ട് ദ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആസ് എൽ വി റോ. ഇനി നമുക്ക് എന്ത് എഴുതണം, വി ഹാവ് ടു റൈറ്റ് ദ ജനറൽ ഇക്വേഷൻ ഫോർ പൈ ടേംസിൻ്റെ ജനറൽ ഇക്വേഷൻ എഴുതാം. അപ്പോൾ നമുക്ക് പറഞ്ഞേക്കണം n - പൈ ടേം അല്ല, അതായത് പൈ 1 വേണം, പൈ 2 വേണം, പൈ 3 വേണം. 3 പൈ ടേംസ് ആണ് നമുക്ക് വേണ്ടത്. റിപ്പീറ്റിംഗ് വേരിയബിൾ ആരാ, എൽ വി റോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എൽ വി റോ എഴുതി. നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഓഫ് അല്ലേ എഴുതിയതുണ്ട്, എൽ വി റോ അങ്ങനെ പ്രൊഡക്റ്റായിട്ട് നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യുക, ഇതിനെല്ലാത്തിനും ഓരോ പവർ കൊടുക്കുക. A1 B1 C1, പൈ 2 ആയി കാരണം A2 B2 C2, ഇതായ കാരണം A3 B3 C3. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾ ആയി, പവേഴ്സ് എന്ന് പറയുന്നത് ഓരോ എക്സ്പോണൻസും ആയി. ഇനി എന്ത് വേണം, അഡീഷണൽ ഒരു വേരിയബിളും കൂടി വേണം, വിച്ച് ക്യാൻ ബി ചൂസൺ ഫ്രം ദ ഗിവൺ വേരിയബിൾസ്. അപ്പോൾ എല്ലും വിയും റോയും കഴിഞ്ഞു. എല്ല് കഴിഞ്ഞു, വി കഴിഞ്ഞു, റോ കഴിഞ്ഞു. ബാക്കി ആരൊക്കെ ഉണ്ട്, ആർ ഉണ്ട്, മ്യൂ ഉണ്ട്, ജി ഉണ്ട്. അത് 3 വെറുതെ ഓരോന്നിനും ഇട്ട് കൊടുക്കുക. ആറ് കൊടുത്തു, മ്യൂ കൊടുത്തു, ജി കൊടുത്തു. അങ്ങനെ 3 നമ്മൾ ജസ്റ്റ് വെറുതെ എഴുതി, നമുക്ക് പൈ ടേംസുകൾ കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഈ പൈ ടേംസുകളിനെ വെറുതെ നമ്മൾ സാധാ റേലേ മെത്തേഡ് എങ്ങനെയാണോ നമ്മൾ സോൾവ് ചെയ്തത്, ആ റേലേ മെത്തേഡ് സോൾവ് ചെയ്ത പോലെ തന്നെ സാധാ രീതിയിൽ സോൾവ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ പൈ 1 എടുത്തു. സോ പൈ 1 എന്ന് പറയുന്നത് L⁴A1 B⁴B1 ρ⁴C1 ആറാണ്. അതിൻ്റെ ഡയമെൻഷൻസ് എഴുതി. പൈ 1 എന്ന് പറയുന്നത് പൈ ടേംസ് പറയുന്നത് ഡയമെൻഷൻലെസ് നമ്പറാണ്. M⁴0 L⁴0 T⁴0. എല്ലിൻ്റെ എല്ലാണ്, വിൻ്റെ T⁻1 ആണ്, റോൻ്റെ ML⁻3 ആണ്, ആറിൻ്റെ MLT⁻2 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് വെറുതെ എല്ലാത്തിൻ്റെയും പവേഴ്സ് ഒരേപോലെ, എല്ലിൻ്റെ പവേഴ്സ് എല്ലാം കൂടി ഒരുമിച്ചാക്കി, ടീൻ്റെ പവേഴ്സ് എല്ലാം ഒരുമിച്ചാക്കി, എമ്മിൻ്റെ പവേഴ്സ് എല്ലാം ഒരുമിച്ചാക്കി. എന്നിട്ട് ജസ്റ്റ് 2 സൈഡിലും പവേഴ്സിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇക്വേറ്റ് ചെയ്തപ്പോൾ പവേഴ്സ് ഓഫ് എം വെച്ചിട്ട് കഴിഞ്ഞപ്പോൾ C1 - 2 എന്ന് കിട്ടി, ടീനെ ചെയ്തപ്പോൾ B1 - 2 എന്ന് കിട്ടി, എൽ എന്ന് പറയുന്നത് A1 എന്ന് പറയുന്നത് എല്ലിൽ നിന്ന് A എന്ന് പറയുന്നത് -2 കിട്ടി. ഇത് സാധാ നമ്മുടെ റേലേ മെത്തേഡ് പോലെ തന്നെ ഡയമെൻഷണൽ അനാലിസിസ് നടത്തിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, പൈ 1 എന്ന് പറയുന്ന ടേം R/ρL² ആണ് കിട്ടി. അപ്പോൾ പൈ 1 കിട്ടി കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് പൈ 2 അതേപോലെ തന്നെ നമുക്ക് നേരത്തെ പൈ 2 കിട്ടിയിട്ടുണ്ട്. പൈ 2 നമ്മൾ ഇതുപോലെ തന്നെ സോൾവ് ചെയ്തപ്പോൾ പൈ 2 = μ/ρLv എന്ന് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ 3. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ പൈ 1, പൈ 2, പൈ 3 കണ്ടുപിടിച്ച് നമുക്ക് 3 കിട്ടി. സോ ഇത് പൈ 3 ആണ്. പൈ 3 =
പൈ 3 ഈസ് ഈക്വൽ ടു GL ബൈ വി സ്ക്വയർ. അങ്ങനെ നമുക്ക് 3 ടേമുകളും നമുക്ക് കിട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ജനറൽ ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് എഴുതണം. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് പൈ 1 പൈ 2 പൈ 3 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇതിനെ നമുക്ക് എഴുതാൻ പറ്റുന്ന 3 ഫോമുകൾ എന്ന് പറയുന്നത് എന്താ, പൈ 1 ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് പൈ 2 പൈ 3 എന്ന് എഴുതാം, ഓർ പൈ 2 ഇസ് എ ഫംഗ്ഷൻ ഓഫ് പൈ 1 പൈ 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ പൈ 3 ഇസ് എ ഫംഗ്ഷൻ ഓഫ് പൈ 1 പൈ 2, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ആണ് എങ്കിൽ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് ഏത് സെലക്ട് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ റൈറ്റ് ഇങ്ങനെ ഈ എഴുതിയ ഫോമിൽ നമ്മളിതിനെ എഴുതുകയാണ് 3 ടേമുകളായിട്ട്. പൈ 1 പൈ 2 പൈ 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 3 ടേമുകളും തന്നിരിക്കണം ഈ ഫോമാറ്റിൽ, നമ്മൾ തന്നിരിക്കുന്ന ഫോർമാറ്റിൽ നമ്മളിങ്ങനെ എഴുതി. എന്നിട്ട് ഇതിൽ ഈ 3 ഏത് ചൂസ് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, ആർ ഈക്വൽ ടു റോ എൽ സ്ക്വയർ വി സ്ക്വയർ ഫൈ ഓഫ് മ്യൂ ബൈ റോ വി എൽ ജി ബൈ വി സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ എഴുതിയ ഫോമിൽ നോക്കുക ഏത് ഫോമിനാണ് അത് മാച്ച് ആവുന്നത്. ഏത് ഫോമിനാണ് മാച്ച് ആവുന്നത്, ഇക്വേഷൻ 1 അത് മാച്ച് ആവുന്നത് അല്ലേ. ഈ റോയൽ സ്ക്വയർ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഫോമുലയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇത് സെലക്ട് ചെയ്തു, ഇത് എഴുതി, നമ്മളപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായി, പ്രൂവായി. ഇങ്ങനെയാണ് ബക്കിംഗ്ഹാംസ് പൈ തിയറം വെച്ചിട്ട് നമ്മളൊരിത് ചെയ്യാം. സപ്പോസ് ഇനി നമുക്ക് എന്താ പറയുക, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ തെറ്റിയിട്ട്, അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ കാരണം നിങ്ങൾക്ക് LV ആണ് എടുക്കേണ്ടതെന്ന് മനസ്സിലായി. സപ്പോസ് നിങ്ങളിപ്പോൾ ചൂസ് ചെയ്തേക്കണ വേരിയബിൾ എന്ന് പറയുന്നത് LV മ്യൂ ആണെന്ന് വിചാരിക്കുക, തെറ്റി ചൂസ് ചെയ്തു, റോയ്ക്ക് പകരം നമ്മൾ മ്യൂ ചെയ്തു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൈ ടേംസുകൾ 3 LV മ്യൂ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് എഴുതി, ബാക്കി വരുന്ന വേരിയബിൾ R റോ G ആണ്, അത് ഈക്വലി നമ്മൾ ഓരോ ഇതിന് കൊടുത്തു. എന്നിട്ട് ഇത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പൈ 1 ഈക്വൽ ടു ഇത്രയും കിട്ടും, പൈ 2 ഈക്വൽ ടു ഇത് കിട്ടും, പൈ 3 ഈക്വൽ ടു കിട്ടും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താ, ആർ ഈക്വൽ ടു റോ എൽ സ്ക്വയർ വി സ്ക്വയർ മ്യൂ ബൈ റോ വി എൽ ജി ബൈ വി സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൂവ് ചെയ്തേണ്ട കാര്യങ്ങളും ഇതും വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ നമുക്ക് GL ബൈ വി സ്ക്വയർ വേണം, LG ബൈ വി സ്ക്വയർ വേണം. ഇവിടെ നമുക്ക് പൈ 3 LG ബൈ വി സ്ക്വയർ ഉണ്ട്. അപ്പോൾ പൈ 3 നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാം. ഇനി അടുത്തത് നോക്കുക, മ്യൂ ബൈ റോ LV ആണ് വേണ്ടത്. പക്ഷെ നമുക്ക് കിട്ടിയേക്കുന്നത് എന്താ, LV റോ ബൈ മ്യൂ ആണ്, റെസിപ്രോക്കലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പൈ 2നെ നമ്മൾ മാറ്റി എഴുതണം. അതാണ് പൈ 2 സ്റ്റാർ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. പൈ 2 സ്റ്റാർ നമ്മൾ എന്ത് ചെയ്തു, 1 ബൈ പൈ 2 അതിൻ്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് എഴുതി. അപ്പോൾ അതെന്തായി, മ്യൂ ബൈ റോ LV കിട്ടി. അപ്പോൾ ഇത് കിട്ടി, ഇത് കിട്ടി. അപ്പോൾ നമ്മുടെ ഈ പൈ ടേമിൻ്റെ പ്രത്യേകത അതാണ്. അതായത് നമുക്ക് അതിനെ വേറെ പൈ ടേം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, വേണമെങ്കിൽ അതിൻ്റെ റേസ് ടു 1 അല്ലെങ്കിൽ ഏത് വേരിയബിൾസ് വെച്ചിട്ട് വേണമെങ്കിലും അതിനെ എക്സ്പോണൻഷ്യലായിട്ട് എഴുതാം, അല്ലെങ്കിൽ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് ചെയ്താലും അതിൻ്റെ പ്രോപ്പർട്ടിക്ക് വ്യത്യാസം വരില്ല, അല്ലെങ്കിൽ ആ വേരിയബിളിന് വ്യത്യാസം വരില്ല. അതാണ് പൈ ടേംസുകളുടെ പ്രത്യേകത. അപ്പോൾ പൈ 2 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്, R ബൈ റോയൽ സ്ക്വയർ വി സ്ക്വയർ ആണ് വേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇവിടെ ഉള്ളത് ആരാ ഉള്ളത്, R ബൈ റോ LV മ്യൂ ആണുള്ളത്, റോ ഇല്ല. അപ്പോൾ റോനെ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ റോനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, തന്നിരിക്കുന്ന വേരിയബിൾസെല്ലാം നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ, റോനെ കൊണ്ടുവരണമെങ്കിൽ റോ ഉള്ളത് പൈ 2ലാണ്. അപ്പോൾ ഈ പൈ 1 പൈ 2 വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് നമുക്ക് ആ റോ എന്ന് പറയുന്ന വേരിയബിളും R എന്ന് പറയുന്ന വേരിയബിളൊക്കെ ക്ലബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പൈ 1 സ്റ്റാറിന് എന്ത് ചെയ്തു, പൈ 1 സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് പുതിയ ടേമിനെ കൊണ്ടുവന്നു, സച്ച് ദാറ്റ് പൈ 1 ഡിവൈഡഡ് ബൈ പൈ 2. അത് ജസ്റ്റ് ഈ 2 വേരിയബിളിനെയും കൂടിയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു, R ബൈ LV മ്യൂ, ഇതിന് 1 ബൈ പൈ 2 ആണ്. അപ്പോൾ മേലേക്ക് പോയി മ്യൂ ബൈ റോ LV റോ കിട്ടി, VL റോ എന്ന് കിട്ടി. അപ്പോൾ അതിൽ മ്യൂ ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി, നമുക്ക് കറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് ആ ഫോമിൽ കിട്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ എഴുതില്ലേ, പൈ 1 ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് പൈ 1 പൈ 2 പൈ 3 അങ്ങനെ എഴുതില്ലേ. അങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ഇവിടെ വരുന്നത് അതെങ്ങനെയായിരിക്കും, പൈ 1 സ്റ്റാർ ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് പൈ 2 സ്റ്റാർ പൈ 3. തന്നിരിക്കണം പൈ 3 അതുപോലെ തന്നെ എഴുതി. പിന്നെ പൈ 2 സ്റ്റാർ ഇപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ചത് പൈ 1 സ്റ്റാർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ആ ഒരു വേരിയബിൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ, സപ്പോസ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ റോ LVക്ക് പകരം നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന വേരിയബിൾ LG റോയാന്ന് വിചാരിക്കുക. വെലോസിറ്റിക്ക് പകരം G എടുത്തത് തെറ്റിപ്പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിലും നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. എന്താ ചെയ്യുക, പൈ 1 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടുന്നത്, പൈ 2 എന്ന് പറയുന്നത് മ്യൂ ബൈ റോ G റേസ് ടു 1 ബൈ 2 L റേസ് ടു 3 ബൈ 2 പൈ 3 ഈക്വൽ ടു V ബൈ റൂട്ട് GL. അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് ഈ G റേസ് ടു 1 ബൈ 2 3 ബൈ 2 എന്നുള്ളതിനൊക്കെ കുറച്ച് ഭംഗിയിൽ കുറച്ചൊന്ന് റൂട്ടൊക്കെ കേട്ട് എഴുതിയെന്ന് മാത്രം. അപ്പോൾ പ്രൂവ് ദാറ്റ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഇതിന് എന്താണ് വേണ്ടത് നോക്കുക. അപ്പോൾ ഇതിൽ ആരാ വേണ്ടത്, LG ബൈ വി സ്ക്വയറാണ് വേണ്ടത്. പൈ 3 എന്താ വന്നിരിക്കണേ, V ബൈ റൂട്ട് GL ആണ്.
അപ്പോൾ വി സ്ക്വയർ വേണം. വി സ്ക്വയർ വേണമെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം, ഇതിനെ സ്ക്വയർ ചെയ്യണം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് വി എന്ന് പറയുന്നത് താഴെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുക്കുക. റെസിപ്രോക്കൽ എടുത്തിട്ട് സ്ക്വയർ എടുക്കുക. അപ്പോൾ √GL × √GL ഡിവൈഡ് ബൈ വി × വി ദാറ്റ് ഈസ് ഇക്വൽ ടു GL ബൈ വി സ്ക്വയർ ഈ ടേമായി. നെക്സ്റ്റ് എന്താ വേണ്ടത്, μ/ρVL. μ/ρVL നോക്കി, നമുക്ക് ഇതിൽ μ/ρL വരെ ഉണ്ട്, വി ഇല്ല. അപ്പോൾ വി ഉള്ളത് π3 ആണ്. അപ്പോൾ π2 π3 എന്തെങ്കിലും ചെയ്താലാണ് നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, π2നെ ജസ്റ്റ് ഡിവൈഡ് ചെയ്തു π3 വെച്ചിട്ട്. അപ്പോൾ എന്തായി, GLഉം GLഉം ക്യാൻസൽ ചെയ്ത് പോയി, വി വന്നു. അപ്പോൾ നമ്മുടെ ഡയറക്റ്റ്ലി നമ്മുടെ μ/ρVL കിട്ടി. നെക്സ്റ്റ് നമുക്ക് ആരാ വേണ്ടേ, ρL² v². ഇവിടെ ഉള്ളത് ജിയും L³ ഒക്കെയാണ് അല്ലേ. അപ്പം നമ്മൾ അതിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന വേരിയബിൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ π1 × π3 ചെയ്ത് നോക്കി. π1 × π3 ചെയ്തപ്പോൾ എന്താ കിട്ടിയേ, ρGL³ × GL ബൈ v². ജസ്റ്റ് അതേപോലെ തന്നെ നമുക്ക് ആൻസർ കിട്ടി അല്ല. അപ്പോൾ നമ്മുടെ പുതിയ ഫോമാറ്റ് എന്ന് പറയുന്നത് എന്താ, π1* is equal to ഫംഗ്ഷൻ ഓഫ് π2*, π3 എല്ലാത്തിനെയും നമുക്ക് മാറ്റേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്ത വേരിയബിൾസ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ raised/3/2 raised/5/2 എന്നൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട. പ്രൂവ് ദാറ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആ ആൻസറിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ആൻസറിലേക്ക് എത്തിക്കാം. മനസ്സിലായെന്ന് വിചാരിക്കണു. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് വാട്സാപ്പ് എന്തെങ്കിലും ചെയ്യാൻ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇത് ഒരു പ്രോബ്ലമാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇത് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ച് തന്നിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം ഫോട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് 2-3 പ്രോബ്ലംസുകൾ ഞാൻ തരും. ഒരാഴ്ചയ്ക്കുള്ളിൽ അത് ഫുള്ളും ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ.